MG യൂണിവേഴ്സിറ്റിയുടെ 2016 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ സെക്ഷൻ ബിയിലെ 19ാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ദ സെബി ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മാർഗരേഖകൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം. സെബി ഗൈഡ് ലൈൻസ് ഫോർ പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള സെബി ഗൈഡ് ലൈൻസ്. ജനറൽ ഗൈഡ് ലൈൻസ് എന്ന പേരിൽ നമുക്ക് ആദ്യം കുറച്ച് ഗൈഡ് ലൈൻസ് നോക്കേണ്ടിയിരിക്കുന്നു. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ഒരു അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് ഒരു പ്രോസ്പെക്ടസിന് വേണ്ടുന്ന തനത് സവിശേഷതകൾ എല്ലാം അടങ്ങുന്ന ഒരു മെമ്മോറാണ്ടം ആണ് എന്നാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസിനെ കുറിച്ച് സെബി പറഞ്ഞിരിക്കുന്നത്. അതായത് no form of application for purchasing securities can be issued without an accompanying abridged prospectus. പക്ഷേ അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഷെയർ വാങ്ങിക്കൂ പൊതുജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഷെയർ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു അബ്രിജ്ഡ് പ്രോസ്പെക്ടസിന്റെ കാര്യത്തിൽ അതിന്റെ കൂടെ ഷെയർ ഓഫ് ആപ്ലിക്കേഷൻ അക്കമ്പനി ചെയ്യാൻ പാടില്ല, കൂട്ടത്തിൽ കൊടുക്കാൻ പാടില്ല. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം എന്ന് മാത്രം. നോ ഫോം ഓഫ് ആപ്ലിക്കേഷൻ ക്യാൻ ബി ഇഷ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അബ്രിജ്ഡ് പ്രോസ്പെക്ടസിന്റെ കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇൻഡിക്കേറ്റഡ് ടൈം ലൈനിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോസ്പെക്ടസിനകത്ത് കാണിച്ചിരിക്കുന്ന ടൈം ലൈനിനെ കുറിച്ച്. അതുപോലെ തന്നെ വേറൊരു ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്, പ്രോസ്പെക്ടസിൽ എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും സെബി അതിന്റെ ഗൈഡ് ലൈൻ നൽകുന്നുണ്ട്. പ്രൊമോട്ടർമാര് ആരെല്ലാമാണ്, അവരുടെ പേരും വിശദാംശങ്ങളും, അതുപോലെ തന്നെ ഏതെങ്കിലും ഓഫർ ഡീറ്റെയിലുകൾ, ഏതെങ്കിലും ഷെയർ റിസർവേഷനുകൾ, ഏതെങ്കിലും ഇത്ര ബൾക്ക് ഷെയർ എടുക്കണം, അങ്ങനെയുള്ള ഇന്ന ടൈപ്പ് ഷെയർ അതിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർ ആണ്, ഇക്വിറ്റി ഷെയർ ആണ്, ഇങ്ങനെ കുറിച്ചുള്ള നമ്മൾ പുതിയതായി പബ്ലിക് ഓഫർ നൽകുന്നത് ഏത് ടൈപ്പ് ഷെയർ ആണ്, അത് എത്ര ക്വാണ്ടിറ്റി ആണ്, അതിന്റെ ടോട്ടൽ എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഷെയർ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് വെളിപ്പെടുത്തിയിരിക്കണം, ഒളിച്ചു വയ്ക്കാൻ പാടില്ല. പ്രൈസ് ബാൻഡ് ആൻഡ് മിനിമം ബിഡ് ലോട്ട്, മിനിമം ഒരാൾക്ക് ഇത്രയെങ്കിലും ഒരാൾക്ക് അറ്റ് എ ടൈം എടുക്കണം എന്ന് അങ്ങനെ ബിഡ് ലോട്ട് ഉണ്ടോ എന്നുള്ളതും പ്രൈസ് ബാൻഡ് ഉണ്ടോ എന്നുള്ളതും. അതുപോലെ തന്നെ ടൈം ലൈനുകൾ പറഞ്ഞു. എപ്പോഴാണ് ഷെയർ ഇഷ്യൂ തുടങ്ങുന്നത്, എപ്പോഴാണ് ഷെയർ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്, റീഫണ്ടിന്റെ സമയം എപ്പോഴാണ്, കമൻസ്മെന്റ് ഓഫ് ട്രേഡ് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ടൈം ലൈൻ ഒരു ധാരണ പ്രോസ്പെക്ടസ് നൽകേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിക്ക് നമ്മൾ തുടങ്ങാൻ പോകുന്ന വെഞ്ചൂറിന് എന്തെങ്കിലും നഷ്ടസാധ്യതകൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പ്രോസ്പെക്ടസ് മൗനം പാലിക്കരുത്, മിണ്ടാതെ പോകരുത്. പ്രോസ്പെക്ടസ് അതിനകത്ത് അത് വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ, നമ്മുടെ ഷെയർ ഇഷ്യൂവിന്റെ പ്രൊസീജിയർ, നടപടിക്രമം എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കണം. ഒപ്പം തന്നെ ഷെയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസ്ക് ഈ ഷെയർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്കുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ പ്രൊമോട്ടറെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണം. ഇഷ്യൂ, അതുപോലെ തന്നെ ഡയറക്ടർമാരെ കുറിച്ചുള്ള ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ബിസിനസ് ഓവർവ്യൂ, നമ്മുടെ എന്ത് ബിസിനസ് ആണ്, നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി കമ്പനിയുടെ പ്രോസ്പെക്ടസിന്റെ ഫോർമാറ്റ് എന്താണ് എന്നത് സെബി കൃത്യമായും ഒരു കാര്യം പാർട്ട് ബി ഷെഡ്യൂൾ 1 എന്നൊരിടത്ത് പറയുന്നുണ്ട്. അപ്പൊ സെബി പറയുന്ന ഫോർമാറ്റിലായിരിക്കണം പ്രോസ്പെക്ടസ് തയ്യാറാക്കേണ്ടത് എന്നതാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് അങ്ങനെയുള്ള അബ്രിജ്ഡ് പ്രോസ്പെക്ടസിന്റെ കാര്യത്തിൽ അതിന്റെ ഒരു കോപ്പി സെബിക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആയിരിക്കണം. കമ്പനിയുടെ വെബ്സൈറ്റിൽ, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് പണം തന്ന് സഹായിക്കുന്ന മർച്ചന്റ് ബാങ്കർമാർക്ക് അത് ലഭ്യമാക്കണം, കമ്പനി രജിസ്ട്രാർക്ക് അത് ലഭ്യമാക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഫോർമാറ്റ് എന്ന് പറയുന്നത് സെബി നൽകുന്ന പ്രോസ്പെക്ടസ് എങ്ങനെയായിരിക്കണം, ഏത് മാതൃകയിലായിരിക്കണം എന്നതിനെ കുറിച്ച് സെബി നൽകുന്ന ഒരു രൂപരേഖയാണ്. ഇനി അണ്ടർ റൈറ്റിങ്ങിനെ സംബന്ധിച്ച് ഉള്ള ഫ്രെയിംവർക്കും വ്യക്തമാക്കണം. നമ്മുടെ ഷെയർ പൊതുജനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പകരം വാങ്ങിച്ചു കൊള്ളാം എന്ന് നമ്മളോട് വാക്ക് പറഞ്ഞ് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് അണ്ടർ റൈറ്റർമാർ. ഈ അണ്ടർ റൈറ്റർമാരുമായി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് എപ്രകാരമുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയറുകൾ,
പൊതുജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അണ്ടർ റൈറ്റർമാർ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇഷ്യൂ പ്രൈസിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത വിലയ്ക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രൈസിന് തന്നെയാണോ അണ്ടർ റൈറ്റർമാർ ഏറ്റെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരണേ. 20ാമത്തെ ചോദ്യം, നമ്മുടെ ചോദ്യം എങ്ങനെയാണ് പോകുന്നത്? വാട്ട് ആർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കോർപ്പറേറ്റ് കമ്മിറ്റി എന്നാണ് ചോദിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് കമ്മിറ്റി അല്ല, സോറി, കോർപ്പറേറ്റ് കംപ്ലയൻസിനെ സംബന്ധിച്ചാണ് ഇരിക്കുന്നത്. കോർപ്പറേറ്റ് നിയമങ്ങൾ പാലിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ കമ്മിറ്റിയുടെ കോർപ്പറേറ്റ് കംപ്ലയൻസിനെ കുറിച്ചാണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്, പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എൻഷുറിങ് അഡ്ഹറൻസ് ടു റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആൻഡ് ലോസ്. കോർപ്പറേറ്റ് നിയമങ്ങളൊക്കെ നമ്മൾ അഡ്ഹെയർ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, കമ്പനി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നാണ് കോർപ്പറേറ്റ് കംപ്ലയൻസ് കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റ് കംപ്ലയൻസ് കമ്മിറ്റി, കംപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാലിക്കുക എന്നാണ് ആ ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥം തന്നെയാണ്. അപ്പൊ ഏതൊരു കോർപ്പറേറ്റ് കമ്പനികളും ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ റെഗുലേറ്ററി ബോഡി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നുണ്ട്, കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയാണ് കോർപ്പറേറ്റ് കംപ്ലയൻസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്ന്, എൻഷുറിങ് അഡ്ഹറൻസ് ടു റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആൻഡ് ലോസ്. നിയമങ്ങളും റെഗുലേറ്ററി റിക്വയർമെന്റ്സ് കൃത്യമായി അഡ്ഹെയർ ചെയ്യുന്നുണ്ട്, അതിനോട് ഒപ്പത്തിനൊപ്പം ഒത്തുപോകുന്നുണ്ട്, അതാണ് അഡ്ഹെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് ഉറപ്പുവരുത്തുക. രണ്ട്, മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ദ കമ്പനി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആ കമ്പനി തന്നെ സ്വയം ഉണ്ടാക്കിയിരിക്കുന്ന പോളിസികൾ നടപ്പിലാക്കുന്നതിലും അത് നടപടിക്രമങ്ങളും നയങ്ങളും പാലിക്കുന്നതിലും കമ്പനി പ്രതിജ്ഞാബദ്ധമാണോ എന്ന് മോണിറ്റർ ചെയ്യുക, നോക്കി സൂക്ഷിച്ച് വീക്ഷിക്കുക എന്നാണ് മോണിറ്റർ ചെയ്യുക. ഐഡന്റിഫൈങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് കംപ്ലയൻസ് റിസ്ക്. പിന്നെ നമ്മള് നിയമങ്ങൾ ഒത്തുചേർന്ന് പോകുന്നതിനും പാലിക്കുന്നതിനും ഒക്കെ വേണമെങ്കിൽ അതിൽ ലഘൂകരണം കൊണ്ടുവരാം. ശരിയായ കൃത്യമായ നിയമം 100% പാലിക്കാതെ അല്പം വെള്ളം ചേർത്ത് മിറ്റിഗേറ്റ് ചെയ്ത് പോകാം. അങ്ങനെയൊക്കെ വിട്ടുവീഴ്ച ചെയ്താണ് പോകുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വവും ഈ കോർപ്പറേറ്റ് കംപ്ലയൻസ് കമ്മിറ്റിക്കാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ കോർപ്പറേറ്റ് കംപ്ലയൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം, നാലാമത്തെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും കംപ്ലയൻസ് സംബന്ധമായ കാര്യങ്ങളിൽ വിട്ടുപോകല് ഉണ്ടെങ്കിൽ അത് ഗൈഡൻസ് കൊടുക്കുക എന്നത് തന്നെയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, കംപ്ലയൻസ്, കമ്പനിയുടെ നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നടപടിക്രമങ്ങൾ കംപ്ലൈ ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ കമ്പനിയുടെ പോളിസികൾ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം, പഴയ പോളിസി മാറ്റാം, പഴയ പ്രൊസീജിയറുകൾ മാറ്റാം. അവയുടെയൊക്കെ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് വരുത്തിയിരിക്കുന്നത് എന്ന് റിവ്യൂ ചെയ്യുക, എന്നിട്ട് ആ അപ്ഡേഷൻസും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ആറാമത്തേത്, എൻഷുറിങ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി വിത്തിൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിനുള്ളിൽ സുതാര്യതയും കണക്ക് ബോധിപ്പിക്കാനുള്ള മാന്യതയും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഈ കോർപ്പറേറ്റ് കംപ്ലയൻസ് കമ്മിറ്റി എന്നതിന്റെ ഉദ്ദേശ്യം. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനീസ് ഇൻഡസ്ട്രി. കമ്പനിയുടെ അവരേർപ്പെടുന്ന വ്യവസായം ഏത് മേഖലയാണ് എന്നതിനനുസരിച്ച് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ചില സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ടാകാം, ഈ പറഞ്ഞ 6 കൂടാതെ. അതായത് കമ്പനിയുടെ വലിപ്പം അനുസരിച്ച്, വൻകിട സ്ഥാപനമാണോ MNC ആണോ എന്നതിനനുസരിച്ചൊക്കെ ഈ പറഞ്ഞ കംപ്ലയൻസ് കമ്മിറ്റിയുടെ നോട്ടത്തിൽ ഇതിനപ്പുറവും കാര്യങ്ങൾ വരാം. അതിന്റെ ജൂറിസ്ഡിക്ഷൻ, അതിന്റെ അധികാരപരിധിയും മാറാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് കംപ്ലയൻസ് കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി 21ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ, അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്, അതിവേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അതായത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ആഭ്യന്തര ഭരണത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ആധികാരികമായ രേഖയാണ്, കമ്പനിയുടെ സുപ്രീം ഡോക്യുമെന്റ് ആണ്, ഭരണഘടനയാണ്, ചാർട്ടറാണ് എന്നൊക്കെ പറയാം മെമ്മോറണ്ടം. സോ മെമ്മോറണ്ടത്തിന്റെ അത്രയും വലിയ വില ആർട്ടിക്കിൾസിന് ഇല്ല. മെമ്മോറണ്ടം കഴിഞ്ഞിട്ടേ ആർട്ടിക്കിൾസ് അഥവാ AOAക്ക് വിലയുള്ളൂ. പക്ഷെ അതും പ്രധാനം തന്നെയാണ്.
കമ്പനിയുടെ ആഭ്യന്തര മാനേജ്മെന്റ്, ഇന്റേണൽ ബൈലോസ് എന്നൊക്കെയാണെങ്കിൽ പറയാം. ഇഫ് ദർ ഈസ് എനി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതേ കാര്യത്തെക്കുറിച്ച് മെമ്മോറാണ്ടത്തിൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ട് രണ്ടും തമ്മിൽ, പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ തമ്മിൽ, കാര്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ ഏതിനാണ് ശക്തി, ഏത് നിലനിൽക്കും എന്ന് ചോദിച്ചാൽ മെമ്മോറാണ്ടത്തിൽ നിലനിൽക്കും. ആർട്ടിക്കിൾസിന് അപ്പോൾ അസാധുവായി പോകും. ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന ഇതിനെതിരായി പറഞ്ഞിരിക്കുന്ന കാര്യം അസാധുവായി പോകും. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഏതിനാണ് ശക്തി എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത രണ്ടാമത്തെ വ്യത്യാസം, എവറി കമ്പനി മസ്റ്റ് ഹാവ് ഇറ്റ്സ് ഓൺ മെമ്മോറാണ്ടം. ഓരോ കമ്പനിക്കും അതിന് സ്വന്തമായ ഒരു മെമ്മോറാണ്ടം ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഉണ്ടായിരിക്കണം, മസ്റ്റ് ഹാവ്. ഇനി അതേപോലെ തന്നെ ആർട്ടിക്കിൾസിന്റെ കാര്യം നോക്കിയേ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് നീഡ് നോട്ട് ഹാവ് ആർട്ടിക്കിൾസ് ഓഫ് ഇറ്റ്സ് ഓൺ. ഓഹരികളാൽ ബാധ്യത ക്ലിപ്തപ്പെടുത്തിയ കമ്പനി, പരിമിതപ്പെടുത്തിയ കമ്പനി, ഓഹരികളാൽ, അതായത് ഓഹരിയുടെ പൈസ അടച്ചു കഴിഞ്ഞാൽ ആ ഷെയർ ഹോൾഡറുടെ ബാധ്യത അങ്ങോട്ട് തീർന്നു. പിന്നെ അയാൾക്ക് എത്ര കടം വന്നാലും അയാൾക്ക് ഒരു പ്രശ്നമില്ല, അയാൾക്ക് വെറുതെ അടക്കാം എന്നുള്ള തരത്തിലുള്ള കമ്പനിയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. അങ്ങനെയുള്ള കമ്പനികളുടെ കാര്യത്തിൽ ആർട്ടിക്കിൾസ് വേണമെന്നില്ല. അപ്പോ പിന്നെ എന്ത് ചെയ്യും? ആർട്ടിക്കിൾസിന്റെ സ്ഥാനത്ത് അവർക്ക് ടേബിളെ ബാധകമായിരിക്കുന്നു കമ്പനി ആക്ട് 2013 പറയുന്നുണ്ട്. 2013 കമ്പനി ആക്ട് പറയുന്നു, അങ്ങനെ സ്വന്തമായ ആർട്ടിക്കിൾസ് ഇല്ലാത്തവർക്ക് ടേബിളെ, എന്താണ് ടേബിളെ? ടേബിളെ എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ ആർട്ടിക്കിൾസ് ആണ്. കമ്പനി ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മോഡൽ ആർട്ടിക്കിൾ. സ്വന്തമായ ആർട്ടിക്കിൾ ഇല്ലാത്തവർ ഈ മോഡലെ പ്രകാരം പോകണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, മെമ്മോറണ്ടത്തെ മൂന്നാമത്തെ പോയിന്റ് മെമ്മോറണ്ടത്തെ കുറിച്ച്. മെമ്മോറണ്ടം ഡിഫൈൻസ് ആൻഡ് ഫോർമുലേറ്റ്സ് ദ ഫണ്ടമെന്റൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനീസ് ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ അടിസ്ഥാന നിബന്ധനകൾ എന്താണെന്ന് മെമ്മോറണ്ടത്തിലാണ് പറയുക. ആൻഡ് ഇൻക്ലൂഡിങ് ദ ഒബ്ജക്റ്റീവ്സ്, അതായത് കമ്പനി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന എന്ത് ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ്, എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്ത് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണ് കമ്പനിയുടെ പ്രൈം എയിം, ലക്ഷ്യം, ഒബ്ജക്റ്റീവ്, ഇത് പറയുന്ന ആധികാരിക രേഖ മെമ്മോറണ്ടമാണ്. ഇനി എന്നാൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതൊന്നുമല്ല. ആർട്ടിക്കിൾസ് പറയുന്നത് ചില കമ്പനിയുടെ മെത്തേഡുകൾ എങ്ങനെയായിരിക്കണം, ചില കാര്യങ്ങൾ കമ്പനിയുടെ അകത്ത് എങ്ങനെയായിരിക്കണം, സ്റ്റാഫും കമ്പനിയുടെ മാനേജ്മെന്റും തമ്മിൽ എങ്ങനെയായിരിക്കണം, കാര്യങ്ങൾ എങ്ങനെ, കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു, അതെങ്ങനെ അവർ ഫുൾഫിൽ ചെയ്യുന്നു, അതെങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നതിന്റെ അതിന് ചില കണ്ടീഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടണം എന്ന് പറയുന്നുണ്ട്, അതിനുള്ള മാർഗങ്ങൾ. ഇതൊക്കെയാണ് ബൈലോസ് ആണ് വാസ്തവത്തിൽ. ആ കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്ന ആ മെമ്മോറണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ആ ഒബ്ജക്റ്റ് അത് നേടുന്നതിനുള്ള വഴികൾ പറഞ്ഞിരിക്കുന്ന, അതിന് അവർ പാലിക്കേണ്ടുന്ന പതിവും സമ്പ്രദായങ്ങളും പിന്തുടരേണ്ട മാർഗങ്ങളും പറഞ്ഞിരിക്കുന്ന ഒന്ന് മാത്രമാണ് ആർട്ടിക്കിൾ എന്ന് പറയാം. ഇനി നാലാമത്തെ പോയിന്റ് മെമ്മോറണ്ടത്തെ സംബന്ധിച്ച്, ഇറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി. ആദ്യത്തെ പോയിന്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ്, ചാർട്ടർ ആണ്. അത് തന്നെ വേറൊരു ഭാഷയെ പറയുകയാണ്, ഇപ്പൊ ഒരു പോയിന്റ് എക്സ്ട്രാ വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഭരണഘടനയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഭരണഘടനക്കനുസരിച്ച് കമ്പനിക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാൻ പറ്റില്ല എന്നർത്ഥം. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താ പറയുന്നത്? ദീസ് ആർ ദ റൂൾസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന റൂൾസ് ആണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറയും. കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന റൂൾസ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്. കമ്പനിയുടെ ആഭ്യന്തര ഭരണത്തെ സംബന്ധിക്കുന്ന റൂൾസ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ ദീസ് ആർ ഇന്റേണൽ റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ആഭ്യന്തര റെഗുലേഷൻസ് ആണ് എന്ന് പറയാം. ഇറ്റ് ഡിഫൈൻസ്, ഇനി മെമ്മോറണ്ടത്തെ കുറിച്ച് പറയട്ടെ. ഇറ്റ് ഡിഫൈൻസ് ദ പവേഴ്സ് ഓഫ് ദ കമ്പനി. മെമ്മോറണ്ടം കമ്പനിയുടെ അധികാരത്തെ നിർവചിക്കുന്നുണ്ട്. എന്തോരം അധികാരമുണ്ട്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ ഔട്ട്സൈഡ് വേൾഡ്. പുറം ലോകവും കമ്പനിയും തമ്മിലുള്ള കരാറാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ മെമ്മോറണ്ടം എന്ന് പറയുന്നത്. പബ്ലിക് അറ്റ് ലാർജുമായിട്ട് ഉള്ള കോൺട്രാക്ട് ആണ്. എന്നാൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻട്രസ്റ്റ്, കമ്പനി അതിന്റെ അംഗങ്ങൾ, പിന്നെ അംഗങ്ങളുടെ താല്പര്യങ്ങൾ, ഇവ തമ്മിലാണ് ഒരു ബന്ധമുള്ളൂ, ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മെമ്മോറണ്ടം കനോട്ട് ഗിവ് എ കമ്പനി പവർ ടു ഡു എനിത്തിങ് കോൺട്രറി ടു ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട്. മെമ്മോറണ്ടം ഉണ്ടാക്കി അത് പ്രധാനപ്പെട്ട രേഖയാണ്, ഭരണഘടനയാണ്, ശരി. പക്ഷേ കമ്പനി ആക്ട് 2013 പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും മെമ്മോറണ്ടത്തിൽ എഴുതാൻ വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. ആക്ടിനനുസരിച്ച് മാത്രമേ മെമ്മോറണ്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആർട്ടിക്കിൾസ് ആർ നോട്ട് ഓൺലി ലിമിറ്റഡ് ബൈ ആക്ട്. ആർട്ടിക്കിൾസ് ആക്ട് കൊണ്ട് ആക്ടിനനുസരിച്ച് നിൽക്കണം എന്ന് മാത്രമല്ല, മെമ്മോറണ്ടത്തിനനുസരിച്ചും കൂടി നിൽക്കേണ്ടി വരും. കേട്ടാ, ദേ ആർ ഓൾസോ സബ്സിഡിയറി ടു ദ മെമ്മോറണ്ടം. മെമ്മോറണ്ടത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി നോക്കിയിട്ട് വേണം, അതിനൊത്തിണങ്ങുന്ന രീതിയിൽ വേണം
മെമ്മോറണ്ടം ഉണ്ടാക്കാനായിട്ട്. അതിനപ്പുറത്തേക്ക് cannot exceed any power other than which is contained in the memorandum. മെമ്മോറണ്ടത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഒരു അധികാരവും ആർട്ടിക്കിൾസിന് ഇല്ല എന്നുള്ളതാണ്.